ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ എന്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എന്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവ് എനിക്ക് ഉത്തരമരുളി. ദർശനം രേഖപ്പെടുത്തുക. ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിന്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ഓർമ്മിക്കുക, ഇന്ന് പലർക്കും പ്രാർത്ഥിക്കുവാൻ നേരമില്ല. പ്രാർത്ഥിക്കുവാൻ വരുന്നവരാകട്ടെ തങ്ങളുടെ ഇഷ്ടം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കാര്യസാധ്യത്തിനായി വരുന്നവരുമാണ്. പ്രാർത്ഥനയുടെ അരൂപിയും ശക്തിയും മനസ്സിലാകണമെങ്കിൽ യാചനാ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ നിന്നാൽ പോരാ. പ്രത്യുത ദൈവത്തിന്റെ മകനായി മകളായി, അപ്പ, എന്താണ് എന്നെ സംബന്ധിച്ച് അങ്ങേക്കുള്ള പദ്ധതി? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെളിപ്പെടുത്തി തരണമേ. ഈ മനോഭാവത്തോടെ ആയിരിക്കണം നാം ഓരോരുത്തരും. അല്ലാതെ ഗംഗാനദി ആഫ്രിക്കയിലൂടെ ഒഴുകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആഗ്രഹം സഫലമാകാതെ നിരാശപ്പെട്ട് പിന്തിരിയുന്നവരെ പോലെ ആവരുതേ. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർ ദൈവത്തെ തള്ളിപ്പറയുന്ന അവസ്ഥ വരെ എത്തുന്നു. പ്രാർത്ഥന എന്നത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി അവിടുത്തെ സ്നേഹവും ശക്തിയുമെല്ലാം നമ്മിലേക്ക് സ്വീകരിച്ച് ജീവിതത്തെ ശക്തിദായകമാക്കുന്ന പ്രക്രിയയാണ്. ദൈവഹിതം എന്തെന്നറിഞ്ഞ് അത് പ്രാവർത്തികമാക്കുന്നവരിലാകും ദൈവം സംപ്രീതനാവുക. യെശയ്യാ പറഞ്ഞിരിക്കുന്നു, ഈ ജനം വാക്കുകളിൽ മാത്രം എന്നെ സമീപിച്ച് തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുന്നു. അവരുടെ ഹൃദയങ്ങളാകട്ടെ എന്നിൽ നിന്ന് അകലെയാണ്. പ്രീശരുടെയും നിയമജ്ഞരുടെയും വ്യർത്ഥമായ ആരാധനയെ ചൂണ്ടിക്കാണിക്കുന്ന കർത്താവിന്റെ സ്വരം ഈ നിമിഷത്തിലെങ്കിലും നമ്മുടെ ചെവികളിൽ പതിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ചെവികൾ എത്രയോ ഭാഗ്യമുള്ളവയാകുമായിരുന്നു. അതിനാൽ നമുക്കിത് ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം. നിഷ്കളങ്കമായ മനോഭാവത്തോടെ ദൈവഹിതം അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്തുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും പൊന്നോളം പ്രിയമോടെ കരുതിടാമീശോയേ. കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും പൊന്നോളം പ്രിയമോടെ കരുതിടാമീശോയേ. പല നാളായി പറയണമെന്ന് ഞാൻ കരുതിയതാം കാര്യങ്ങൾ പ്രിയമോടെയുള്ളു തുറന്നു ഞാൻ പറഞ്ഞിടുന്നേ. പ്രിയമുള്ളന്നീശോ മിശിഹായേ, പ്രിയമുള്ളന്നീശോ മിശിഹായേ. കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും പൊന്നോളം പ്രിയമോടെ കരുതിടാമീശോയേ.
സമ്പത്തിൻ മേശക്കരികെ ലാസർ മുഖമെവിടെ കാണാൻ? കല്ലെറിയും ജനമധ്യത്തിൽ ക്ഷമയെന്തെന്നെങ്ങനെയറിയാം? സമ്പത്തിൻ മേശക്കരികെ ലാസർ മുഖമെവിടെ കാണാൻ? കല്ലെറിയും ജനമധ്യത്തിൽ ക്ഷമയെന്തെന്നെങ്ങനെയറിയാം? അന്നെന്നിൽ തന്നു നീ കഷ്ടതയുടെ വറുതിക്കാലം, ആത്മീയതയുടെ പിള്ളത്തൊട്ടിൽ അന്നങ്ങനെ കരഗതമായി. വിധിവാക്കിൽ മുറിയും മനസ്സിൽ ക്ഷമയുടെ പാഠം പ്രിയമാ. കർത്താവെ കനിവായി കേൾക്കണമേ, ആത്മീയ സ്ഥിതിയൊന്നറിയണമേ. കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും, പൊന്നോളം പ്രിയമോടെ കരുതിടാമീശോയേ. മോഹങ്ങൾ മേച്ചൊരു വഴി ആത്മീയ മൂല്യം ചോർന്നു, നേട്ടത്തിൻ നീയൽ പ്രഭയിൽ പ്രാർത്ഥനകൾ അധികപ്പറ്റായി. മോഹങ്ങൾ മേച്ചൊരു വഴി ആത്മീയ മൂല്യം ചോർന്നു, നേട്ടത്തിൻ നീയൽ പ്രഭയിൽ പ്രാർത്ഥനകൾ അധികപ്പറ്റായി. അന്നെന്നിൽ തന്നു നീ ശൂന്യതയുടെ വേനൽക്കാലം, ആത്മീയതയുടെ സ്രോതസ് തുടരാൻ അന്നെന്നിൽ പ്രേരണയുണ്ടായി. വൻനിലയിൽ ചെന്നാൽ പോലും മറുവഴിയിൽ ഒരു നാളും കർത്താവെ പിരിയാനിടയാക്കരുതേ, ആത്മീയ സന്തതിയാക്കണമേ. കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും, പൊന്നോളം പ്രിയമോടെ കരുതിടാമീശോയേ. പല നാളായി പറയണമെന്ന് ഞാൻ കരുതിയതാം കാര്യങ്ങൾ, പ്രിയമോടെയുള്ളു തുറന്നു ഞാൻ പറഞ്ഞിടുന്നേ. പ്രിയമുള്ളന്നീശോ മിശിഹായേ, പ്രിയമുള്ളന്നീശോ മിശിഹായേ. കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും, പൊന്നോളം പ്രിയമോടെ കരുതിടാമീശോയേ.